കള്ളക്കടത്തുകാരുടെ മേശകളെയും ചാപ്പിള വിൽക്കുന്നവരുടെ പീഠങ്ങളെയും കത്തിച്ചു കളഞ്ഞു. ആരും ദേവാലയത്തിൽ കൂടി കൊണ്ടുപോകാൻ ദേവാലയത്തിൽ ചെന്ന് വിൽക്കുന്നവരെ പുറത്താക്കിക്കൊള്ളുന്നു. എന്റെ ആലയം പ്രാർത്ഥനാലയമാകുമെന്ന് എഴുതിയിരിക്കുന്നു. നിങ്ങൾ അവരെ കള്ളന്മാരുടെ ഗുഹയാക്കി നിർത്തുമെന്ന് അവർക്ക് പറഞ്ഞു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് രാവിലെ ഞങ്ങൾക്ക് തന്ന വചനത്തിനായി സ്തോത്രം. ഇന്ന് രാവിലെ സമയത്ത് കർത്താവേ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. ദൈവത്തിന്റെ വചനത്തെ ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകണം. ഒരു വ്യത്യാസം ഞങ്ങൾ ആഗ്രഹിക്കണം. യേശുവിനെ പോലെ ആകുവാൻ ഞങ്ങളെ ഇടയാക്കണം. ഞങ്ങളുടെ ആഗ്രഹം അതാണ് കർത്താവ്. അതുപോലെ കേൾക്കുന്നവരെ അവിടെ അതിനകത്ത് ഒരുക്കണം. നാവിനോട് കൂടെ ഇരിക്കണം. ആത്മാവിൽ തന്നെ സംസാരിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. യോഹന്നാന്റെ സുവിശേഷം 2-ന്റെ ഒരു വാക്യം ഒരിക്കൽ കൂടെ വായിച്ചോട്ടെ. യോഹന്നാന്റെ സുവിശേഷം 2-ന്റെ 17-ാമത്തെ വാക്യം എല്ലാവരും ചേർന്ന് വായിച്ചോട്ടെ. യോഹന്നാന്റെ സുവിശേഷം 2-ന്റെ 17. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവെന്നെ തിന്നുകളയുന്നു എന്ന് പറഞ്ഞത് ഓർത്തു. രാവിലെ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഈ ദിവസങ്ങളിൽ സംസാരിച്ച വിഷയം എരിവ് എന്നുള്ളത്. എരിവ് എല്ലാരും പറഞ്ഞു എരിവ്. ഒരിക്കൽ കൂടെ പറഞ്ഞു എരിവ്. എരിവെന്ന് പറയുമ്പോൾ മുളക് തിന്നുമ്പോൾ എരിവല്ല. എരിവെന്ന് പറഞ്ഞാൽ തീഷ്ണത, തീഷ്ണത, സീരിയസ്നെസ്. രാവിലെ സമയത്ത് ഞാൻ പറയട്ടെ, ദൈവ കാര്യങ്ങളിലോടുള്ള നമ്മുടെ തീഷ്ണത, എരിവ് ഈ ദിവസങ്ങളിൽ ഉണ്ടാകണമെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുന്നുണ്ട്. രാവിലെ സമയത്ത് ഞാൻ പറയട്ടെ, എത്ര പേർക്ക് യേശുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗുണം അവർ ഭയങ്കര എരിവായിരുന്നു. അവരുടെ ജീവിതത്തിൽ ഭയങ്കര സീലായിരുന്നു, ഭയങ്കര തീഷ്ണതയായിരുന്നു. ചില കാര്യങ്ങളോട് അവർ ഭയങ്കര തീഷ്ണതയായിരുന്നു. ഞാൻ പറയാം, ദൈവപുത്രനാണ് ഈ ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രൻ. ആ ദൈവപുത്രൻ യേശുവിന്റെ ജീവിതത്തിൽ ഭയങ്കര എരിവുണ്ടായിരുന്നു. എന്തിനോട് ഉപയോഗിച്ചത്? ദൈവിക കാര്യങ്ങളോട് തന്റെ ജീവിതത്തിൽ അതികടന്ന എതിര് തന്റെ എരിവ് തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒരു തീഷ്ണത, അല്ലെങ്കിൽ ഒരു വലിയ ആഗ്രഹം, വലിയൊരു സീല് തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവർ യേശുവിന്റെ ഈ പ്രവൃത്തി നമുക്ക് അറിയാവുന്ന ഭാഗമാണ്. ഈ പ്രവൃത്തിയൊക്കെ കണ്ടിട്ട് അവര് പറയാം, യേശുവിന് ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞെന്നാ പറഞ്ഞു. രാവിലെ സമയത്ത് ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉള്ളിൽ എത്ര പേർക്ക് ദൈവകാര്യങ്ങളോട് നമ്മുടെ ഉള്ളിൽ ഒരു എരിവുണ്ട്, ഒരു തീഷ്ണതയുണ്ട്. ഹല്ലേലൂയ. നമ്മളെപ്പോഴും നമ്മളെ സംബന്ധിച്ച് നമ്മളൊക്കെ പലപ്പോഴും ഒരു പാസീവായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ജീവിതം. ആത്മീയ ജീവിതത്തെ ഒരു പാസീവായിട്ട് കാണും. ഇങ്ങനെ പോയാൽ മതി, ഇങ്ങനെ ഒക്കെ ആയിക്കൊള്ളട്ടെ, ഇങ്ങനെയുള്ള കാര്യം. എന്നാൽ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമുക്കൊരു വലിയ എരിവ്, സീല് ദൈവകാര്യങ്ങളിൽ നമ്മൾ ഉണ്ടാകണം. ഒരു വലിയ എരിവ് നമുക്കുണ്ടാകണം. ദൈവ വിഷയങ്ങളോട് ഒരു എരിവ് ഉണ്ടാകണം. ലോകത്തോടുള്ളത് പോലല്ല, ദൈവ വിഷയങ്ങളോട് ഒരു എരിവ് നമുക്കുണ്ടാകണം. പാപത്തോട് പോരാടുന്നതിൽ ഒരു എരിവ് നമുക്കുണ്ടാകണം, ഒരു സീല് നമുക്കുണ്ടാകണം. കർത്താവ് ഈ ദിവസങ്ങൾ ആഗ്രഹിക്കുന്നത് എരിവുള്ളവരെ കർത്താവ് ആഗ്രഹിക്കും. ഉത്സാഹത്തിന്റെ എരിവ് നിങ്ങളിൽ ഉള്ളവരെയാണ് ഈ ദിവസങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളെ കഴിഞ്ഞ നാളുകളിൽ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ എരിവ് കുറഞ്ഞു പോയിരിക്കാം. നിങ്ങൾക്ക് തീഷ്ണത നഷ്ടപ്പെട്ടിരിക്കാം. ചില വിഷയങ്ങളിൽ ദൈവത്തോട് നിങ്ങൾക്ക് അടുക്കാൻ കഴിയാതെ ഇരിക്കുന്ന അവസ്ഥയുണ്ടാകാം. എന്നാൽ ഇന്ന് രാവിലെ സമയത്ത് ഞാൻ പറയാം, ഈ ദിവസങ്ങളിൽ ദൈവപുത്രന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എരിവ് ഈ ദിവസങ്ങളിൽ ഉണ്ടാകും, ഒരു സീൽ ഉണ്ടാകണം. സീൽ എന്ന ദൈവ വിഷയങ്ങളിൽ നമുക്കൊരു സീൽ ഈ ദിവസങ്ങളിൽ ഉണ്ടാകണം. ഒരു എരിവ് എല്ലാവർക്കും ഉണ്ടാകണം. ഹല്ലേലൂയ. യേശു ഈ ഭാഗം പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെ വായിച്ചവൻ ആലയത്തെ കുറിച്ചുള്ള എരിവ് അവനെ തിന്നുകളഞ്ഞു. അവന്റെ ജീവിതത്തിൽ ദൈവ കാര്യങ്ങളോട് മറ്റുള്ളവരെക്കാൾ എല്ലാം ഒരു എരിവ് അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് പോകാൻ എത്ര പേർക്ക് എരിവുണ്ട്? പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് എരിവുണ്ട്? ഉപവസിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ദൈവത്തെ ആരാധിക്കാൻ എത്ര പേർക്ക് എരിവുണ്ട്? ഞാൻ പറയാം, എരിവുള്ളവനെയാ കർത്താവിന്റെ ദിവസങ്ങളിൽ ആവശ്യം. സഭയുടെ നടുവിൽ സീലുള്ളവരെയാ കർത്താവിനാഗ്രഹം. കർത്താവ് വിളിക്കുന്നത് പാസീവായിട്ടുള്ളവരല്ല, എരിവുള്ളവര്. ചില കാര്യങ്ങൾ ചെയ്യുവാൻ തയ്യാറുള്ളവര്. എനിക്ക് കർത്താവിനെ ആരാധിക്കണം, ഞാൻ കർത്താവിനെ ആരാധിക്കും. ആരാധിച്ചില്ലെങ്കിൽ ഞാൻ ആരാധിക്കും, ഞാൻ ആരെയും നോക്കത്തില്ല, എനിക്ക് എന്റെ ദൈവത്തെ ആരാധിക്കണം. ഇങ്ങനെ എരിവുള്ളവർക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ മുമ്പിൽ നടക്കുന്നത്. ഹല്ലേലൂയ. എരിവുള്ളവരെയാണ് കർത്താവിന് ആവശ്യം. ഹല്ലേലൂയ. ഞാൻ എരിവിനെ കുറിച്ച് ഇങ്ങനെ വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഒരാളെ കാര്യം ഇടപെട്ടു. നമുക്കൊന്ന് വായിക്കാം. സംഖ്യാപുസ്തകം 25-11 മുതലുള്ള ചില വാക്യങ്ങൾ വായിച്ചു. അവിടെ ഒരു വ്യക്തിയുടെ എരിവ് കാണാൻ കഴിയും. പഴയ നിയമത്തിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ശക്തമായ എരിവ്. ഞാൻ എരിവ് എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള ആത്മീയതയിലുള്ള എരിവ് എന്താണെന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. വായിച്ചാട്ടെ. ആ സംഖ്യാപുസ്തകം 25-11 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ.
എന്റെ തീഷ്ണതയിൽ ഇസ്രായേൽ മക്കളെ സമ്മതിക്കാതിരിക്കേണ്ടത് ആമേൻ. അഹരോൻ പുരോഹിതന്റെ മകനായ എലോസ്യാവിന്റെ മകൻ ഫിനെഹാസ് അവരുടെ ഇടയിൽ എനിക്ക് വേണ്ടി തീഷ്ണതയുള്ളവനായി എനിക്ക് ക്രോധം ഇസ്രായേൽ മക്കളെ വിട്ടു പോകുമാറാക്കിയിരിക്കുന്നു. ആകയാൽ ഇതാ ഞാൻ അവന് എന്റെ സമാധാന നിയമം കൊടുക്കുന്നു. അവൻ തന്റെ ദൈവത്തിന് വേണ്ടി തീഷ്ണതയുള്ളവനായി ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചതുകൊണ്ട് അത് അവൻ അവന്റെ സന്തതിക്കും നിത്യ പൗരോഹിത്യത്തിന്റെ നിയമമാകുന്നു എന്ന് നീ പറയാം. അതെ, ഇവിടെ അതിന്റെ മുമ്പിലുള്ള ഭാഗം വായിച്ചറിയാം. ഇസ്രായേൽ മക്കളിൽ ഒരുത്തൻ ഒരു മിദ്യാന്റെ സ്ത്രീയെ കൊണ്ട് സമാഗമന കൂടാരത്തിന്റെ അടുക്കൽ വന്നു. അവനെ വിളിച്ചുകൊണ്ട് സമാഗമന കൂടാരത്തിന്റെ അടുക്കൽ വന്നു. ജാതികളുമായി ഇടകലർന്നു. ദൈവത്തിന്റെ കോപം അവരുടെ മേൽ ജ്വലിച്ചു. ദൈവം രോഗത്തെ പ്ലേഗിനെ അവരുടെ മുമ്പിൽ അയച്ചു. ശക്തമായ ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആരുമില്ല ഇത് ചെയ്യാൻ. അപ്പോൾ ഫിനെഹാസ് എന്ന് പറയുന്ന ഒരാള് അവനൊരു കുന്തം, അതിന്റെ മേലത്തെ ഭാഗം വെച്ച് അവനൊരു കുന്തം എടുത്തുകൊണ്ട് ഓടി വന്ന് അവരുടെ പുറകെ ഓടി അവരുടെ കൂടാരത്തിൽ കടന്ന് അവരെ രണ്ടുപേരെയും കുന്തം കൊണ്ട് കുത്തിക്കൊന്നു. ദൈവത്തിന്റെ കോപം മാറ്റി. അവിടെ ഇങ്ങനെ യഹോവ പറഞ്ഞത്, ഫിനെഹാസ് എനിക്ക് വേണ്ടി തീഷ്ണതയുള്ളവനായിരുന്നു. അവൻ എനിക്ക് വേണ്ടി തീഷ്ണതയുള്ളവനായിരുന്നു. ദൈവ കാര്യങ്ങൾക്കെതിരെ, ദൈവജനത്തിനെതിരെ അശുദ്ധിയെ കാണുമ്പോൾ മാറി നിൽക്കാതെ കുന്തമെടുത്തുകൊണ്ട് കുന്തവരെ ചെല്ലുന്ന എരിവ്, ഇതിനെയാണ് എരിവെന്ന് പറയുന്നത്. ഇതിനാണ് സ്ത്രീ എന്ന് പറയുന്നത്. അവിടെ ഉള്ളവരെല്ലാം മാറി നിൽക്കുക. ഫിനെഹാസ് ചെയ്തതെന്ന് ചോദിച്ചാൽ അവരൊരു കുന്തമെടുത്തു. കർത്താവ് അവരോട് ഞാനൊരു നിത്യ നിയമം ചെയ്യാൻ പോവാ. അവൻ എനിക്ക് വേണ്ടി എരിവുള്ളവനായിരുന്നു. ഇത്രയും പേര് ഈ പാപം ചെയ്യുന്നത് കണ്ടിട്ട് എല്ലാവരും മൗനമായിരുന്നപ്പോ അവനൊരു കുന്തമെടുത്തുകൊണ്ട് അവനെ ഉള്ളിലേക്ക് ചെന്ന് ഓടിച്ചവരെ കുത്തിക്കൊണ്ടു. അവിടെ പ്ലേഗ് അവിടെ അവസാനിച്ചതാണ്. രാവിലെ ഞാൻ സമയം പറയട്ടെ, എത്ര പേർക്ക് ഈ ദിവസങ്ങളിൽ എരിവുണ്ട്, തീഷ്ണത എത്ര പേർക്കുണ്ട്? നമ്മുടെ ദൈവത്തെ കുറിച്ചല്ലേ പറയുന്നത്, തീഷ്ണതയുള്ള ദൈവം എന്നാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം തീഷ്ണതയുള്ളവനാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം തീഷ്ണതയുള്ളവനാണ്. ചില കാര്യങ്ങളിൽ ദൈവം തീഷ്ണതയുള്ളവനാണ്. ദൈവത്തിന്റെ കാര്യങ്ങളിൽ ദൈവം തീഷ്ണതയുള്ളവനാണ്. അവൻ മനുഷ്യന്റെ മുഖം നോക്കുന്നവനല്ല, അവൻ തീഷ്ണതയുള്ളവനാണ്. ഫിനെഹാസ് കുന്തമെടുത്തുകൊണ്ട് ഓടി അവരെ കുത്തി കൊന്നു രണ്ടുപേരെയും. അവരുടെ പ്ലേഗ് മാറിയെന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു അവനെ കുറിച്ച് പറഞ്ഞത് അവൻ തീഷ്ണതയുള്ളവനാണ്. എല്ലാവരും ഒരിക്കൽ കൂടെ പറഞ്ഞു എരിവെന്ന് പറഞ്ഞാട്ടെ, തീഷ്ണത എന്ന് പറഞ്ഞാട്ടെ, ഉള്ളിലോട്ട് വാക്ക് കേറട്ടെ, തീഷ്ണത എന്ന് പറഞ്ഞാട്ടെ, സീലെന്ന് പറഞ്ഞാട്ടെ. ദൈവത്തിന് വേണ്ടി എത്ര പേർക്ക് സീലുണ്ട്, തീഷ്ണതയുണ്ട് ഈ ദിവസങ്ങളിൽ. എന്റെ ആത്മാവിൽ ദൈവം ഈ ഭാഗം ഇടപെട്ടപ്പോൾ എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. നിനക്ക് എത്രമാത്രം തീഷ്ണതയുണ്ട് ദൈവകാര്യങ്ങൾ. രാവിലെ ഞാൻ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ദൈവകാര്യങ്ങളോട് തീഷ്ണതയുണ്ട്, ദൈവകാര്യങ്ങളോട് എരിവുണ്ട്, ദൈവത്തെ ആരാധിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്, ദൈവത്തിൽ കൂടാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്. ഞാൻ തീഷ്ണതയുള്ള ദൈവമാണ്. നിന്റെ ജനത്തിന്റെ ചിന്തകളല്ല, ദൈവസന്നിധിയിൽ കൂടി വരുമ്പോൾ ദൈവത്തിന്റെ എരിവ് കാണിക്കുന്നതാണ്. പഴയ നിയമത്തിലായിരുന്നപ്പോൾ ഞാൻ പറയട്ടെ, യേശു പഴയ നിയമത്തിലായിരുന്നപ്പോൾ അന്നേരെ തീയൊക്കെ ഇറങ്ങുമായിരുന്നു. അന്യാഗ്നി കത്തിച്ച അഹരോന്റെ പുത്രന്മാരെ അന്നേരെ തീ ഇറങ്ങി ദഹിപ്പിച്ചു കളഞ്ഞു. പുതിയ നിയമത്തിൽ യേശു, ഞാൻ ഈ ഭാവമൊക്കെ ചിന്തിച്ചപ്പോൾ ഈ യോഹന്നാന്റെ മുമ്പിൽ സമയമില്ല വിവരിക്കാൻ, എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. നമ്മളെല്ലാം യേശുവിനെ കണ്ടിട്ടുള്ളത് സ്നേഹവാനായ ഒരു യേശു, എല്ലാവരെയും സ്നേഹിക്കുന്നവൻ, എല്ലാവരെയും കരുതുന്നവൻ, എല്ലാവരോടും സൗമ്യമായി സംസാരിക്കുന്നവൻ, എല്ലാ കാര്യത്തിലും എല്ലാവരെയും പൊറുക്കുന്നവൻ, രോഗികളെ സൗഖ്യമാക്കുന്നവൻ, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നവൻ. എന്നാൽ ഇവിടെ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ ഒരിക്കലും ശിഷ്യന്മാരെല്ലാവരും ഇങ്ങനെ നടന്നു പോകുമ്പോൾ യേശു വഴിയരികിൽ ഇരുന്ന് ഒരു ചമ്മട്ടി ഉണ്ടാക്കുക, ഒരു ചമ്മട്ടി ഉണ്ടാക്കി കൊടുക്കുക. ചമ്മട്ടി ഉണ്ടാക്കുക എന്തിനാണെന്നറിയത്തില്ല, ചമ്മട്ടി ഉണ്ടാക്കുക. എല്ലാവരെയും സൗഖ്യമാക്കുന്ന യേശു, എല്ലാവരെയും സ്നേഹിക്കുന്ന യേശു. അവനെന്തിനാ ചമ്മട്ടി ഉണ്ടാക്കുന്നത്? അവനെന്തിനാ ചമ്മട്ടി ഉണ്ടാക്കുന്നത്? അവൻ സ്നേഹവാനാണല്ലോ, ദൈവത്തിന്റെ പുത്രനാണല്ലോ. അവൻ ഇരുന്ന് ചമ്മട്ടി ഉണ്ടാക്കിയത്. കർത്താവ് അവിടെ കടന്നു ഒരു ചമ്മട്ടി എടുത്തോണ്ട് വരികയല്ലേ ചെയ്തത്. അവൻ ഇരുന്ന് ചമ്മട്ടി എടുത്തു, ചമ്മട്ടി ഉണ്ടാക്കി. അവന്റെ ജീവിതത്തിൽ ഞാൻ പറയട്ടെ, ആലയത്തെ കുറിച്ചുള്ള എരിവ്. ആലയം എന്ന് പറയുന്നത് നമ്മുടെ സഭയിലെ നമ്മുടെ ശരീരമാണ് ആലയം. അതോടെ പറയാനാണ് ഞാൻ വരുന്നത്. എന്റെ പ്രസംഗത്തിന്റെ വിഷയം നമ്മളെ കുറിച്ചാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ആലയം നമ്മളാണ്. ഭൗതികമായ ആലയം ഉള്ളപ്പോൾ തന്നെ നമ്മളും ദൈവത്തിന്റെ മന്ദിരമാണ്. എന്റെ മെസ്സേജിന്റെ പൂർണ്ണത അവിടെ. എത്ര പേർക്ക് ആലയത്തെ കുറിച്ച് എരിവുണ്ട്? രാവിലെ സമയത്ത് പറയട്ടെ, യേശു എരിവുള്ളവനാണ്, യേശു ദൈവകാര്യങ്ങളിൽ എരിവുള്ളവനാണ്. ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗം വായിച്ചത് യേശു അങ്ങോട്ട് കേറി
വിൽക്കുന്നവരെ വാങ്ങുന്നവരെ എല്ലാവരെയും അടിച്ചു പുറത്താക്കി, കമ്മട്ടി വെച്ച് അടിച്ചു, അവരുടെ ടേബിളെല്ലാം മറിച്ചിട്ടു, അവർ അലറി വിളിച്ചു, നിങ്ങൾ പുറത്തു പോകും. സ്നേഹിക്കുന്ന ദൈവത്തിന്റെ എരിവ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ദൈവ കാര്യങ്ങളോടുള്ള എരിവ് നമുക്ക് കാണാൻ കഴിയും. അവിടെ ഇരുന്നവരാരും യേശുവിനെ വിലക്കിയില്ല. യേശുവിന് ഒരു കാര്യം അറിയാം, എന്റെ പിതാവിനെ അയച്ചിരിക്കുന്നത് എന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ്, എന്റെ ആലയത്തെ കുറിച്ച് പറയുന്നത് സകല ജാതികളുടെ ആലയമായിരിക്കും. എല്ലാ ജാതികൾക്കും കടന്നു വരാനുള്ളതാ ദൈവത്തിന്റെ ആലയം. നമ്മൾ ഇസ്രായേലിന്റെ ചരിത്രം എടുത്തറിയാം. ശലോമോൻ പണിത ആലയം, അതിനുശേഷം അത് തകർക്കപ്പെട്ടു. അതിനുശേഷം യേശു ചെല്ലുന്ന ദേവാലയം ഹെരോദാവ് വീണ്ടും റീബിൽഡ് ചെയ്ത ആ ദേവാലയത്തിലാണ് യേശു ആ സമയത്ത് ചെല്ലുന്നത്. യേശു കടന്നു ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നത് ഇങ്ങനെയുണ്ട്, അവിടെ പ്രാകാരമുണ്ട്, അന്യജാതിക്കാർക്ക് കടന്നു വരാനുള്ള ഒരു പ്രാകാരമുണ്ട്. ആ അന്യജാതിക്കാർ അവിടെ കടന്നു വന്ന് ആരാധിക്കാനായിട്ട് എന്റെ ആലയം സകല മനുഷ്യരുടെയും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. യെരുശലേമില് വർഷത്തിൽ ഒരിക്കൽ ഉത്സവമുണ്ട്, പെസഹായുടെ ഉത്സവമുണ്ട്, അല്ലെങ്കിൽ പെരുന്നാളുകളുണ്ട്. അതിനെല്ലാവരും എന്ത് ചെയ്തു ചോദിച്ചാൽ ദൂരദേശത്തു നിന്ന് അവർ യാത്രയായി വരും. ഇതിന് യെരുശലേമിൽ അവർക്ക് ദേവാലയത്തിൽ വന്ന് യാഗമർപ്പിക്കണം, അല്ലെ ദൂരെ വരുന്നവർക്ക് യാഗമർപ്പിക്കണം. അപ്പൊ ഈ ഒരു കാര്യം അവർ വരുമ്പോൾ അവർ ഈ ആടിനെയും മാടിനെയും എല്ലാം കൂടി ദൂരെ യാത്രയ്ക്ക് കൊണ്ടുവരുവാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പലപ്പോഴും അവരെന്ത് ചെയ്ത് ചോദിച്ചാൽ അവരത് കൊണ്ടുവരികയല്ല. ഇവിടെ വന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും നല്ല ആടിനെ പൂജയൊക്കെ നോക്കി അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലതിനെയൊക്കെ നോക്കി അവര് വാങ്ങിച്ച് യാഗം കഴിക്കുക ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നിങ്ങൾ അങ്ങനെ യാഗം കഴിക്കാൻ വരരുത്. ഹല്ലേലൂയ, മറ്റുള്ളവരുടെ വാങ്ങി ആരാധന കഴിക്കാൻ ആരും ആലയത്തിൽ കടന്നു വരരുത്. പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരുക്കമുള്ളവരായി എന്റെ ദൈവത്തിന് ഞാൻ യാഗം കഴിക്കാം, എന്റെ ദൈവത്തെ ആരാധിക്കാം ഞാൻ ഇറങ്ങുകയാണ്. മറ്റുള്ളവർ ഊനമില്ലാത്തവനെ ഞാൻ കൊണ്ടുപോകും, ഊനമില്ലാത്തവനെ ഞാൻ അർപ്പിക്കും, ഊനമില്ലാത്തവനെ ഞാൻ കൊടുക്കും എന്നുള്ള താല്പര്യത്തോടു കൂടെ കടന്നു വരുന്നവരെ ആ ദൈവത്തിന് ആവശ്യം. ഹല്ലേലൂയ. കർത്താവ് നോക്കിയപ്പോൾ ദൂരെ വരുന്നവരെ അവരെ സപ്പോർട്ട് ചെയ്യാൻ ആലയത്തിൽ ഇവ ബിസിനസ്സാണ്. അവിടെ ആലയത്തിൽ വിൽക്കുന്നവർ അവരെന്താന്ന് ചോദിച്ചാൽ ഈ ആലയത്തിൽ കൊണ്ടുവരുന്ന ആടുമാടുകൾ യാഗം കഴിക്കാൻ ഈ വരുന്നവരെ സഹായിക്കുക നല്ല കാര്യമാണ്. ഒരാൾ ആരാധിക്കുന്ന സോര ആരാധിക്കണേ, നല്ലൊരു കാര്യങ്ങളൊക്കെ ചെയ്യണേ അവർക്ക്. പക്ഷെ അതിനകത്ത് അവര് ഒരു കാര്യം അവരുടെ ഉള്ളിലുണ്ട്, അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് അവർക്ക്. ഹല്ലേലൂയ. യാഗത്തിന് മൃഗം കൊടുക്കുമ്പോൾ, യാഗത്തിന് ചില കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് എനിക്ക് ചെറിയൊരു പ്രോഫിറ്റ്. അതുപോലെ അവര് പണമിടുന്ന എക്സ്ചേഞ്ച്, ഹല്ലേലൂയ, അഹല്യായും UAE എക്സ്ചേഞ്ച് ഒക്കെ പോലെ ഇന്നാണെങ്കിൽ അഹല്യ UAE എക്സ്ചേഞ്ച്, ഹല്ലേലൂയ, ഇങ്ങനെയുള്ള എക്സ്ചേഞ്ചുകൾ നടത്തുക. അവരെന്തിനാന്ന് ചോദിച്ചാല് അവിടെ അതിന്റെ ടാക്സ് ഇടുമ്പോൾ അവിടുത്തെ ലോക്കൽ മണി കൊടുക്കണം. ഇവര് കൊണ്ടുവന്ന പണം അതിനകത്ത് ടാക്സ് ഇടാൻ പറ്റത്തില്ല. അവിടെയുള്ള പുരോഹിതന്മാർ പണം സമ്പാദിക്കാനായിട്ട് ഇങ്ങനെയുള്ളവർക്ക് അത് ഉപകരിച്ചു കൊടുത്തു. അവര് വന്നിട്ട് അത് മാറും, അതിൽ നിന്നും ഒരു പ്രോഫിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ആരാധിക്കാൻ വരുന്നവർ ഒന്നാമത് അവരുടെ ആരാധന വിഷയമായിട്ടല്ല വരുന്നത്. അവരിങ്ങനെ നേരെ പോരുക, ഇവിടെ വന്നിട്ട് മറ്റുള്ളവരോട് വാങ്ങിച്ചിട്ടാണ് അവർ ആരാധന കഴിക്കാനായിട്ട് വരുന്നത്. അവരുടെ എന്തുമായിക്കൊള്ളട്ടെ, ഇങ്ങനെ ഒരു ബിസിനസ് മെന്റാലിറ്റി സഭയിൽ ഉണ്ടായിരുന്നു. അവിടെ ദൈവപുത്രൻ യേശു, ഞാൻ പറയട്ടെ, സ്നേഹവാനായ ദൈവപുത്രൻ, മനുഷ്യന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള ദൈവപുത്രൻ തന്റെ ജീവിതത്തിലെ എരിവ് താൻ പുറത്തെടുത്തു. താൻ എന്റെ ചാട്ടവാറുമായി ഇറങ്ങി അവരെ എല്ലാം അടിച്ചു പുറത്താക്കി എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. ഞാൻ പറയുമ്പോൾ തന്നെ എന്റെ ഉള്ളിൽ നിന്ന് ആത്മാവ് ശക്തിയോടെ ഇടപെടുക. ഇന്ന് രാത്രിക്കാല എരിവ്, ആലയത്തെ കുറിച്ചുള്ള എരിവ് എത്ര പേർക്കുണ്ട്? എത്ര പേർക്ക് സീരിയസ്നെസ് ഉണ്ട്? ആലയത്തെ കുറിച്ച് എത്ര പേർക്ക് കാര്യങ്ങളുണ്ട്? കർത്താവ് പോയില്ല, അടിച്ച് പുറത്താക്കിയിട്ട് കർത്താവ് പോയില്ല. ലൂക്കോസ്, നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ വായിച്ച ഒറ്റ ഒരുത്തനെ അതിനെ കടത്തി വിട്ടില്ല. ഒറ്റ ഒരുത്തനെ കർത്താവ് കടത്തി വിട്ടില്ല, ഒന്നുമായിട്ട് കടത്തി വിട്ടില്ല, എല്ലാവരെയും അടിച്ച് പുറത്താക്കി. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ ആരോ ഒരു ബ്രദറിനോട് ഈ വിഷയം ഷെയർ ചെയ്ത് പറഞ്ഞു, ഞാൻ ഒരു ഫിലിമിനകത്ത് ഇത് കണ്ടിട്ടുണ്ട്, യേശു അടിക്കുന്നതും ഓടിക്കുന്നതും വലറുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനായാലും അത് കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് ഒരു കാര്യം അറിയാം, അവന്റെ ഉള്ളിൽ ഒരു എരിവുണ്ടായിരുന്നു, ആലയത്തെ കുറിച്ച് ഒരു എരിവുണ്ടായിരുന്നു, ഒരു തീഷ്ണതയുണ്ടായിരുന്നു. ഹല്ലേലൂയ. പൗലോസിന്റെ ജീവിതം എടുത്തു നോക്ക്, പൗലോസ് ഭയങ്കര തീഷ്ണതയുള്ളവനായി. താൻ ഒരിക്കൽ സഭയെ മുടിച്ചവനാണ്, സഭയെ നശിപ്പിച്ചവനാണ്. എന്നാൽ തനിക്ക് കിട്ടിയ വെളിച്ചത്തിൽ താൻ എരിവുള്ളവനാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആത്മീയ കാര്യങ്ങളിൽ എരിവുള്ളവരായിട്ടുണ്ട്? എത്ര പേർക്ക് ആത്മീയ വിഷയത്തിൽ എരിവുണ്ട്? സീരിയസ്നെസ് ഉണ്ട്? നമ്മുടെ മുമ്പിൽ തിരുവത്താഴമുണ്ട്.
ദൈവത്തിന്റെ മേശ നമ്മുടെ നടുവിലുണ്ട്. അല്ലെ, ഞാൻ കർത്താവിന്റെ ഒരു സ്വഭാവം പറയാനായിട്ട് ഞാൻ പറഞ്ഞത്. യേശു എരിവുള്ളവനായിരുന്നു. ദൈവപുത്രനായ യേശുവിന്റെ ഇങ്ങനെയുള്ള ഒരു രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും സ്നേഹവാനായ യേശുവിനെ മാത്രമായിരിക്കും നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുള്ളത്. എന്നാൽ യേശുവിന് ഇങ്ങനെ ഒരു രൂപമുണ്ട്. എരിവുള്ളവനായിരുന്നു. അനീതിക്കെതിരെ നിൽക്കുന്നവൻ, അനീതിക്കെതിരെ വാളെടുക്കുന്നവൻ, അടിക്കുന്നവൻ, അടിച്ച് പുറത്താക്കുന്നവൻ. ഞാൻ പറയട്ടെ, വളരെ വേദനയോടെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഈ കാര്യങ്ങളെല്ലാം ചെയ്തു നിൽക്കുമ്പോൾ ദേവാലയത്തിലേക്ക് ആവശ്യക്കാർക്ക് കടന്നു വരാൻ കഴിയുകയില്ല. നമ്മൾ ഒരു മത്തായിയുടെ സുവിശേഷം വായിച്ചത് എങ്ങനെയാ? കുരുടനും മുടന്തനും അവരെല്ലാം പുറത്ത് നിൽക്കുക യേശുവിനെ കാണാൻ. ദേവാലയത്തിൽ കയറാൻ അവർക്ക് കഴിയുന്നില്ല. അവിടെ എല്ലാം ഇങ്ങനെയുള്ള ആൾക്കാരെ കയറിയിരിക്കുക. ബിസിനസ്സുകാരെ കൊണ്ട് നിറഞ്ഞു, വഞ്ചകരെ കൊണ്ട് നിറഞ്ഞു, അവരെ എരിവില്ലാത്തവരെ കൊണ്ട് നിറഞ്ഞു. യേശുവിനെ കണ്ടിട്ട് പറയാ, എന്റെ ആലയം സകല ജഗത്തിലുമുള്ള പ്രാർത്ഥനാലയം. ഇവരെല്ലാവരെയും കടന്നു വരണം, ഇവരെല്ലാവരും ആരാധിക്കണം. അവരെ താഴ്ത്തുന്ന, അവരെ താഴ്ന്നു നിർത്തുന്ന ആൾക്കാരെ യേശു അടിച്ചു പുറത്താക്കി. ഹല്ലേലൂയ. യേശു അതിനുശേഷം യേശു ഇവരെല്ലാം അടിച്ച് പുറത്താക്കി കഴിഞ്ഞപ്പെടുന്നത് കുരുടനും മുടന്തനും ചെകിടനും എല്ലാം ദേവാലയത്തിലേക്ക് കണ്ടു. കർത്താവ് അവരെ സൗഖ്യമാക്കി, കർത്താവ് അവരെ വിടുവിച്ചു, കർത്താവ് അവർക്ക് രോഗസൗഖ്യം കൊടുത്തു. ഹല്ലേലൂയ. കുരുടനും ചെകിടനും മുടന്തനും ഒന്നും ആലയത്തിൽ കയറാൻ അവർക്ക് വകുപ്പില്ല. ഇങ്ങനെയുള്ളവര് അതിനെ തടഞ്ഞു നിർത്തി യേശു അവരെ അടിച്ചു പുറത്താക്കിയപ്പോൾ അവർ അകത്ത് കയറി. സഭയോട് കൂടി ഞാൻ പറയാം, ഈ ദിവസങ്ങളിൽ പലരും അകത്ത് വരട്ടെ, രോഗസൗഖ്യമുള്ള അകത്ത് വരട്ടെ. എത്ര പേർ പേരുണ്ട്, എത്ര പേർക്ക് സീരിയസ്നെസ് ഉണ്ട്, ദൈവ വിഷയങ്ങളിൽ എത്ര പേർക്ക് സീരിയസ്നെസ് ഉണ്ട്. എരിവെന്ന് പറഞ്ഞാട്ടെ, ദൈവകാര്യങ്ങളിൽ തീഷ്ണതയുള്ളവരായിരിക്കും, ദൈവകാര്യങ്ങളിൽ എരിവുള്ളവരായിരിക്കും. യേശു ചമ്മട്ടിയുടെ തലകേജ്. എത്ര പേർക്ക് യേശുവിനെ പോലെ ആകാൻ ആഗ്രഹം? എത്ര പേർക്ക് ഇങ്ങനെയുള്ള യേശുവിനെ പോലെ ആകാൻ ആഗ്രഹം? എത്ര പേർക്ക് ഇങ്ങനെയുള്ള യേശുവിനെ പോലെ ആകാൻ ആഗ്രഹമുണ്ട്? ആരെയും നോക്കിയില്ല, ഒരു മനുഷ്യനെ നോക്കിയില്ല, ഞാൻ ഒറ്റ കാര്യമേ താൻ ചെയ്തുള്ളൂ. ആലയത്തിലേക്കുള്ള എരിവ് എന്നെ തിന്നു കളഞ്ഞു. ഇന്ന് പൽക്കാലം ഞാൻ ആത്മാവിൽ ദൂത് പറയാം. സഹോദരി സഹോദരന്മാരെ, എത്ര പേർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവീക കാര്യങ്ങളോട് എരിവുണ്ട്? എത്ര പേർക്ക് ദൈവത്തോട് താല്പര്യമുണ്ട്? സീരിയസ്നെസ് ഉണ്ട്? കർത്താവിൽ ഒരു സഹിഷ്ണുതയില്ല, കർത്താവിൽ ഒരു കമ്പാഷനിലായിരുന്നു. അവന്റെ എരിവ് അവനെ തിന്നുകളും, അവനുള്ള എരിവ് അവനെ തിന്നുകളും. ഒരിക്കൽ കൂടെ പറഞ്ഞു, എരിവെന്ന് പറഞ്ഞാൽ തീഷ്ണത, സീരിയസ്നെസ്. ഹല്ലേലൂയ. ഫിനെഹാസിനെ പോലുള്ളവർ എഴുന്നേൽക്കട്ടെ, ഫിനെഹാസിനെ പോലുള്ളവർ എഴുന്നേൽക്കട്ടെ. അനീതിക്കെതിരെ മറപിടിക്കാൻ, ഹല്ലേലൂയ, തീഷ്ണതയുള്ളവനാകുക. ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നത് തീഷ്ണതയുള്ളവരോട് മാത്രം. ദൈവത്തിന് കോംപ്രമൈസ് ഇല്ല, പാപത്തോട് കോംപ്രമൈസ് ഇല്ല, അനീതിയോട് കോംപ്രമൈസ് ഇല്ല, മറ്റുള്ളതിനോട് കോംപ്രമൈസ് ഇല്ല. അവൻ വാളെടുക്കുന്നവനാ, അവൻ ചാട്ടവാറെടുക്കുന്നവനാ, അവൻ കടന്നു വരുന്നവനാ, അവൻ ആരെയും വിട്ടില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാനാണെന്ന് ചോദിച്ചാൽ, കർത്താവേ, ഇത്ര സ്നേഹമുള്ള കർത്താവ്, മനുഷ്യന് വേണ്ടി മരിക്കുവാൻ സ്നേഹിക്കാൻ വന്ന കർത്താവ് ഈ ചെയ്തത് കഠിനമായി. ഇങ്ങനെ ഒരു മുഖം യേശുവിനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, എത്ര പേർക്ക് രാവിലെ എരിവുണ്ട് നിങ്ങളുടെ ഉള്ളിൽ? ഹല്ലേലൂയ. സ്നേഹത്തിൽ നിന്ന് വ്യാപരിക്കുന്ന എരിവ് എത്ര പേരുണ്ട്? മറ്റുള്ളവരെ കൺസേൺ ഉള്ള എത്ര പേരുണ്ട്? ആലയത്തെ കുറിച്ച് കൺസേൺ ഉള്ള എത്ര പേരുണ്ട്? ജനങ്ങളെ കുറിച്ച് കൺസേൺ ഉള്ള എത്ര പേരുണ്ട്? വലിയ ആവശ്യക്കാർ നിൽക്കുമ്പോൾ അവരെ കുറിച്ച് എത്ര പേർക്ക് കൺസേൺ ഉണ്ട്? ഞാൻ നീതിമാന്മാരെ തേടിയല്ല വന്നത്, ഞാൻ പാപികളെ തേടിയാണ് വന്നത്. ഓ ഹല്ലേലൂയ. രാവിലെ സമയത്ത് ഞാൻ പറയാം, നിങ്ങളുടെ കൺസേൺ ഉള്ളവരായിരിക്കണം, ജനത്തെ കുറിച്ച് കൺസേൺ ഉള്ളവരായിരിക്കണം, ദൈവിക കാര്യങ്ങളെ കുറിച്ച് കൺസേൺ ഉള്ളവരായിരിക്കണം, സഭയെ കുറിച്ച് കൺസേൺ ഉള്ളവരായിരിക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ സീരിയസ്നെസ് ഉള്ളവരായിരിക്കണം. ഹല്ലേലൂയ. എരിവെന്നെ തിന്നു കളഞ്ഞെന്നാണ് പറഞ്ഞത്. എരിവെന്നെ തിന്നു കളഞ്ഞു, എരിവെന്നെ തിന്നു കളഞ്ഞു. ഒരിക്കൽ കൂടെ പറഞ്ഞാൽ എരിവെന്ന് പറഞ്ഞു, തീഷ്ണത, ദൈവകാര്യങ്ങളിലുള്ള തീഷ്ണത. എനിക്ക് യേശുവിനെ പോലെ ആകണമെന്ന് പറഞ്ഞാട്ടെ, യേശുവിനെ പോലെ ആകണമെന്ന് പറഞ്ഞാട്ടെ, യേശുവിനെ പോലെ ആകണമെന്ന് പറഞ്ഞാട്ടെ, യേശുവിനെ പോലെ ആകണം, യേശുവിനെ പോലെ എനിക്ക് ആകണം. യേശുവിനെ പോലെ ആകണമെങ്കിൽ യേശുവിനെ പോലുള്ള എരിവ് നമ്മളിൽ ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവരോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല, യേശുവിന്റെ അവിടെ ഉള്ളവരോടുള്ള ദേഷ്യമല്ല, ആലയത്തെ കുറിച്ചുള്ള എരിവാണ്, ആലയത്തെ കുറിച്ചുള്ള എരിവാണ്. സമയത്ത് ഞാനിത് പറയുമ്പോൾ എന്റെ ഉള്ളിലുള്ള ആത്മാവിനെ എത്ര പേർക്ക് അറിയാൻ കഴിയുന്നു?
ആലയത്തെ കുറിച്ചുള്ള എരിവെന്നെ തീർന്നുകളയുന്നു. എത്ര പേർക്ക് ഈ ഒരു ആത്മാവ് ഈ ദിവസങ്ങളിലുണ്ട്? നിങ്ങളുടെ ഉള്ളിൽ ഈ ആത്മാവൊന്ന് കത്തട്ടെ, ഈ ആത്മാവൊന്ന് കത്തട്ടെ, ഈ ആത്മാവൊന്ന് കത്തട്ടെ, ഈ ആത്മാവൊന്ന് കത്തട്ടെ. പുറത്തുനിന്ന് അകത്തു വരുവാൻ ആളുകൾ നിൽക്കുക. കുതിരകളുടെ മുടന്തരം എല്ലാവരും ഉണ്ട്. സൗഖ്യത്തിന്റെ ആത്മാവ് വ്യാപരിക്കാൻ പോകുക, സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കാൻ പോകുക. എത്ര പേർ അടിച്ചു പോകുക? ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മള് ദൈവത്തിന്റെ ആലയം, നമ്മള് ദൈവത്തിന്റെ ആലയമാണ്. ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുക, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് അറിയുന്നില്ല. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവരെ ഞാൻ നശിപ്പിക്കും, അല്ലെ ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവരെ ഞാൻ നശിപ്പിക്കും. ഈ ദിവസങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ജീവിതത്തെ കുറിച്ച് എരിവുള്ളവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. പാപത്തോട് പോരാടുന്നേ, കഴിഞ്ഞ നാളുകളിൽ പാപത്തിൽ അടിമപ്പെട്ടിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, എത്ര പേർക്ക് സീരിയസ്നെസ് ഉണ്ട്? എരിവുള്ളവർക്കാണ് വിടുതലുള്ളത്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ പാപം നിങ്ങളെ മുറുകെ പറ്റുന്നുണ്ടോ? കർത്താവ് പറഞ്ഞത് ഇത് തുറന്നു കൊടുത്താൽ മതി. കർത്താവ് ശുദ്ധീകരിക്കാൻ തയ്യാറാണ്. അവൻ കടന്നു വരും, ആത്മാവിൽ അവൻ കടന്നു വരും, വചനത്താൽ അവൻ കടന്നു വരും. നിങ്ങളുടെ ഉള്ളിലുള്ള എന്ത് വായിക്കൊള്ളട്ടെ, നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന, ദൈവിക ചിന്തകളിൽ നിന്ന് അകറ്റുന്ന, സീരിയസ്നെസ് നിന്ന് മാറ്റുന്ന എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കാൻ കർത്താവ് അതിനെ ശുദ്ധീകരിക്കും. ദൈവത്തിന്റെ മന്ദിരമാണ് നിങ്ങൾ. മാത്രമല്ല, ഒരു ഭാരതത്തിൽ അനേക പാത്രങ്ങളുണ്ട്. അതുകൊണ്ട് തിമോഥെയോസിനോട് പറഞ്ഞു, നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കണം, നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കുക, നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കുക. നമ്മൾ ദൈവത്തിന്റെ ആലയമാണ്. ആത്മാവിലെ സകല കന്മഷവും, ജഡത്തിലെ ആത്മാവിലെ എല്ലാ കന്മഷവും കഴുകി ശുദ്ധീകരിക്കുക. രാവിലെ സമയത്ത് ഈ മെസ്സേജിൽ ഒരു അവസാന ഭാഗമായി ഞാൻ പറയട്ടെ, എരിവ് നിങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിൽ ഉണ്ടാകാതെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾക്ക് പുറത്തേക്ക് വരികയില്ല. എത്ര പേര് ദിവസങ്ങളിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് വിടുതല്, നിങ്ങൾക്ക് എരിവ് ഉള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ കാര്യത്തിൽ എരിവുണ്ടാകുകയുള്ളൂ. ഹല്ലേലൂയ. എത്ര പേര് ദിവസങ്ങൾ എന്റെ ജീവിതത്തെ കർത്താവേ ഒന്ന് ശുദ്ധീകരിക്കണം, എന്റെ ചിന്താമണ്ഡലത്തെ ഒന്ന് മാറ്റണം, എന്റെ അശുദ്ധ ചിന്തകളിൽ നിന്ന് മാറ്റണം, എന്റെ കോപത്തെ ഒന്ന് മാറ്റണം, എന്റെ ക്രോധത്തെ ഒന്ന് മാറ്റണം, എന്റെ കഴിവില്ലായ്മ ഒന്ന് മാറ്റണം, നിങ്ങൾ കേട്ടതുപോലെ നിരന്തരമായ പാപങ്ങളിൽ നിന്ന് മാറ്റണം. അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് കർത്താവ് നിങ്ങളെ അത് അടിച്ച് പുറത്താക്കാൻ കഴിയും. നിങ്ങളൊന്ന് തുറന്നു കൊടുത്താൽ മതി, നിങ്ങൾക്ക് തന്നെ പുറത്താക്കാൻ കഴിയും. എന്റെ കോപത്തെ എനിക്ക് ആഗ്രഹമില്ലെന്ന് പറ, ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേലായിരിക്കും. കർത്താവ് തീഷ്ണതയുള്ള കർത്താവ്, എരിവുള്ള കർത്താവ്, എരിവുള്ള കർത്താവ്. നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, എത്ര പേർക്ക് കോപത്തിൽ നിന്ന് വിടുതൽ വേണമെന്ന് ആഗ്രഹമുണ്ട്? ആഗ്രഹമുള്ളവർക്ക് ദൈവം അതിന് ശക്തി തരാൻ തയ്യാറാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ ശക്തി ദൈവം അവൻ നമുക്ക് തരാൻ തയ്യാറാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ ആത്മാവിൽ ദൂത് പറയാം, ഈ ദിവസങ്ങളിൽ എല്ലാവരും എരിവുള്ളവരായിരിക്കും. ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, എരിവെന്ന് പറഞ്ഞാട്ടെ. ആലയത്തെ കുറിച്ചുള്ള എരിവ്, സീരിയസ്നെസ്, തീഷ്ണത. അപ്പോസ്തലന്മാരുടെ ജീവിതം എടുത്താൽ അറിയാം, അവർ തീഷ്ണതയുള്ളവരായിരുന്നു. പൗലോസ് തീഷ്ണതയുള്ളവനായിരുന്നു. അവരുടെ ഉത്സാഹവും തീഷ്ണതയും കണ്ടു. ഇന്ന് ഞാൻ പറയട്ടെ, ഇവിടെയുള്ള എല്ലാവരും, യുവാക്കന്മാരെല്ലാവരും നിങ്ങൾ തീഷ്ണതയുള്ളവരായിരിക്കും. ദൈവസഭയിൽ തീഷ്ണതയുള്ളവരായിരിക്കും. എത്ര പേർക്ക് ദിവസങ്ങളിൽ തീഷ്ണതയുള്ളവരാകാൻ ആഗ്രഹമുണ്ട്? ദൈവത്തിന്റെ ആരാധന പറയുക. എത്ര പേർക്ക് തീഷ്ണതയുള്ളവരാകാൻ ആഗ്രഹമുണ്ട്? ദൈവം തന്നെ പ്രവർത്തി ചെയ്യാൻ പോവുകയാണ്. ചില വിടുതലുകൾ നടക്കാൻ പോവുകയാണ്, ചില സൗഖ്യങ്ങൾ നടക്കാൻ പോവുകയാണ്, ചിലത് നടക്കാൻ പോവുകയാണ്. ദൂതുകൾ നമ്മുടെ മുമ്പിലുണ്ട്, സഭയെ കുറിച്ചുള്ള ദൂതുണ്ട്. എന്നാൽ ചിലത് പുറത്ത് നിൽക്കുക, എന്നാൽ അകത്ത് വരാൻ നമ്മൾ വാതിൽ തുറന്നു കൊടുക്കണം. സൗഖ്യമാക്കുന്ന യേശു ഉണ്ട്. എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. സകല ജാതികൾക്കുമുള്ള ആലയം, എന്റെ ശരീരം ദൈവത്തിന്റെ ആലയം. അശുദ്ധമായതെല്ലാം പുറത്തു പോകട്ടെ. ഞാൻ പറഞ്ഞ മെസ്സേജിന്റെ അർത്ഥം ഇത്രയുള്ളൂ, എരിവുള്ളവരായിരിക്കുക, തീഷ്ണതയുള്ളവരായിരിക്കുക, ദൈവകാര്യങ്ങളിൽ തീഷ്ണതയുള്ളവരായിരിക്കുക. യേശുവിനെ പോലാകാൻ നിങ്ങൾക്ക് തയ്യാറാണോ? യേശുവിന്റെ ഒരു മുഖമാണ് ഞാൻ പറഞ്ഞത്. അവൻ തീഷ്ണതയുള്ളവനായിരുന്നു. ദൈവകാര്യങ്ങളിൽ അവൻ തീഷ്ണതയുള്ളവനാണ്. അവൻ പാപികളെ സ്നേഹിക്കുന്നവനായിരുന്നു. അവരോട് കരുണ കാണിക്കുന്നവൻ. കുഷ്ഠരോഗികളോട് അവന് കരുണയുണ്ട്. അവര് വന്നപ്പോൾ അവരെ സൗഖ്യമാക്കി. എന്നാൽ ആലയത്തെ കുറിച്ചുള്ള എരിവ് ആര് തന്നെയായിരുന്നാലും തന്റെ ജീവിതത്തിൽ ആലയത്തെ കുറിച്ചുള്ള എരിവ് തന്റെ തിന്നുകളഞ്ഞു.
അവരുമായി ഒരു കോംപ്രമൈസും ഇല്ല. രാവിലെ സഭ നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തോട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. വ്യക്തിപരമായ ജീവിതത്തിൽ എന്തുമായിക്കൊള്ളട്ടെ, യുവാക്കന്മാരോട് ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പാപം നിങ്ങളെ വേട്ടയാടുന്നെങ്കിലും അതിനോട് ഒരു കോംപ്രമൈസ് വെക്കരുത്. അതിനെതിരെ ചാട്ടനാവെടുക്കാൻ തയ്യാറാണോ? അതിനെതിരെ ഒരു എരിവുള്ളവരാണോ? ഫിനഹാസിനെ പോലുള്ളവർ എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. യേശുവിന്റെ ആത്മാവ് എരിവിന്റെ ആത്മാവ്, യേശുവിന്റെ ആത്മാവ് തീഷ്ണതയുടെ ആത്മാവ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു നിമിഷം എല്ലാവരും ആരാധിച്ചാട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ കരങ്ങളെ അടിച്ചു, ഈ ജീവിതത്തിൽ ഈ ഒരു ആത്മാവ് സീരിയസ്നെസ്, എരിവിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് കത്തിക്കാട്ടെ. പാപത്തോട് പോരാടുന്നത് ത്യാഗത്തോട് എത്തിയിട്ടില്ല.